എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ വളരെ സങ്കടത്തിലാണ്. കാരണം നമ്മുടെ സഹോദരങ്ങളായ നമ്മുടെ സ്വന്തം രാജ്യക്കാർ ഒരു സ്ഫോടനത്തിൽ എത്ര പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളെ സഹോദര സ്നേഹവും രാജ്യസ്നേഹവും പഠിപ്പിക്കാത്ത ഒരു മതവും നല്ലതല്ല. മറ്റുള്ളവരെ കൊല്ലുക, അതിലൂടെ സ്വർഗത്തിലെത്തുക, ഇതൊക്കെ പഠിപ്പിക്കുന്ന ഏത് മതമായാലും, ക്രിസ്ത്യൻ മതമായാലും ഹിന്ദു മതമായാലും മുസ്ലിം മതമായാലും ഏത് മതമായാലും തെറ്റാണ്. ദൈവം ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് സഹോദരങ്ങളെ കൊല്ലുക, മറ്റ് ദുഷ്കൃത്യങ്ങൾ ചെയ്യുക. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സഹോദരങ്ങളെയും എല്ലാവരും സ്നേഹിക്കാനായിട്ട് പഠിക്കുക. അതിലൂടെ ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കുക. ഗീതയിലും ബൈബിളിലെല്ലാം പഠിപ്പിക്കുന്നത് അതുതന്നെയാണ്. നമ്മളത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇനി അധികം കുഴപ്പങ്ങളുണ്ടാകാതെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും നമുക്ക് ജീവിക്കാം. നമ്മുടെ ചുറ്റുപാടുമുള്ള സഹോദരങ്ങളെ, അതിപ്പോൾ ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്യുക. ഒരു കാരണവശാലും ദ്രോഹം ഉണ്ടാകുന്ന ഒന്നും ചെയ്യരുത്. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും ഓരോരോ ദൈവങ്ങളല്ലല്ലോ ഉള്ളത്. എല്ലാവർക്കും ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അത് മനസ്സിലാക്കുക. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് നമ്മൾ സ്വർഗത്തിലെത്തുന്നതിന് തെളിവൊന്നും ഇതുവരെ ആരും കണ്ടുപിടുത്തിയിട്ടില്ല. കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് നന്മ ചെയ്തവർ മാത്രമേ സ്വർഗത്തിലെത്തത്തുള്ളൂ. നമ്മളെ ഇതൊക്കെ പഠിപ്പിക്കാനായിട്ട് തെറ്റായിട്ട് പഠിപ്പിക്കുന്ന എന്തായാലും അത് ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. ദൈവം ആഗ്രഹിക്കുന്നത് നന്മയാണ്. തിന്മയായിട്ടുള്ളതൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. ദൈവം നല്ല വഴി കാണിച്ചു തരട്ടെ. ഇനി ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ്. എന്തായാലും ഞാൻ ജീവിക്കുന്ന എൻ്റെ രാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആയിത്തീരാം. നമ്മുടെ രാജ്യം നമുക്ക് വലുതാണ്. രാജ്യത്തെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ സഹോദരങ്ങളെ ദ്രോഹിക്കുന്ന ഒരു നീക്കവും നമ്മളിൽ നിന്നുണ്ടാകാതെ നമുക്ക് നോക്കാം. അതിനായിട്ട് സർവേശ്വരൻ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി.